ഹായ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നടന്ന മനുഷ്യ മനസ്സുകളെ ഞെട്ടിച്ച അതിഭീകരമായ ഒരു കൊടും ഭീകരതയ്ക്ക് നമ്മളുടെ ഒക്കെ തന്നെ വിശ്വാസത്തിന് പ്രതികൂലമായിട്ടുള്ള ഒരു വിധിയാണ് കോടതി, പ്രത്യേകിച്ച് പോക്സോ കോടതി പുറപ്പെടുവിച്ചത്. കഴിഞ്ഞ മാസങ്ങളിൽ നമ്മളത് കേട്ടതാണ്. വളരെയധികം നിരാശാബോധത്തോടു കൂടി നമ്മൾ കേട്ട ഒരു വാർത്ത. ആലുവക്കാരിയായ ഒരു കുട്ടിക്ക് 6 വയസ്സുള്ള ഒരു കുട്ടിയെ ഇതേപോലെ ക്രൂരപീഡനം നടത്തി കൊലപ്പെടുത്തിയപ്പോൾ അയാൾക്ക് കിട്ടിയ ശിക്ഷ നമ്മളെ സന്തോഷിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശിക്ഷ ഈ പയ്യന് കൊടുത്തപ്പോൾ വളരെയധികം നിരാശാബോധമാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ കാരണം തന്നെ കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നു. കുറ്റം സമ്മതിച്ചതായിരുന്നു പ്രതി. ഇതൊക്കെ ചെയ്തിട്ട് പോലും ആ പയ്യന് കിട്ടേണ്ട ശിക്ഷ കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, നിരുപാധികം വിട്ടയക്കുകയാണ് ചെയ്തത്. നോർമലായി കാണുന്നവർക്ക് പോലും 6 വയസ്സുകാരി കുഞ്ഞിൻ്റെ അമ്മയ്ക്കോ അച്ഛനോ ഉണ്ടാകുന്ന വേദനയേക്കാൾ അധികം ബാക്കിയുള്ള മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു അത്. എനിക്കൊക്കെ ഒട്ടും ദഹിക്കാത്ത അത്രയധികം തീവ്രമായ വേദന തോന്നിയ ഒരു ഇൻസിഡൻറ്റ്. 3 വയസ്സും 6 വയസ്സുള്ള കുട്ടികളിലൊക്കെ എന്താണ് ഇവറ്റകളൊക്കെ കാണുന്നതെന്ന് അറിയാൻ വയ്യ. എനിവേ, കഴിഞ്ഞ കുറേ കാലങ്ങളായി വെച്ചുകൊണ്ട് തന്നെ ഈ പയ്യനെ ഏൽപ്പിച്ചിട്ട് പോയ മാതാപിതാക്കൾക്ക് കിട്ടിയത് ഇതുപോലുള്ളൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഇത് മനസ്സിലുള്ള അവർ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന സംഭവം പാൽരാജ് കുത്തി എന്നുള്ള രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും അത് സത്യമല്ല. പാൽരാജ് കുത്താനുണ്ടായ കാരണം, അതായത് പാൽരാജ് സ്വമേധയാ ഇങ്ങനെ ചെയ്തു, കണ്ടുപിടിച്ചു, ഇരുന്ന് കുത്തി എന്നൊക്കെ അത് വളരെ വസ്തുതാവിരുദ്ധമാണ്. ഒരിക്കലും അത് വിശ്വാസയോഗ്യതയില്ല. അവിടെ നടന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാൽരാജനെന്ന് മാത്രമല്ല, ഈ പറയുന്ന പ്രതിയുടെ ആരൊക്കെ ബന്ധുക്കളുണ്ടോ എല്ലാവർക്കും ഇത് കിട്ടുക തന്നെ ചെയ്യും. ബെസ്റ്റ് സൊല്യൂഷൻ, പെട്ടെന്നൊരു ഉരുൾപൊട്ടലുണ്ടായി, അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എന്തെങ്കിലും ഒരു കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടായ ഒരു പ്രശ്നം വന്നു, അവിടെ വാസയോഗ്യമല്ലാത്ത ഒരു മേഖലയായി പ്രഖ്യാപിച്ചു. അവിടുന്ന് പോയല്ലേ പറ്റുള്ളൂ. പലായനം മാത്രമാണ് ഒരു സൊല്യൂഷൻ. കാരണം മുറിവേറ്റവരാണ് ഇപ്പുറത്ത് നിൽക്കുന്നവർ. എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പിനിപ്പുറം കിട്ടിയ കുഞ്ഞ്. ഇതിനി അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു മകളെ ഇതുപോലെ ചെയ്ത് കൊലപ്പെടുത്തിയ ഒരുത്തനോട് ക്ഷമിക്കാൻ ലോകത്ത് ഒരു മാതാവും ഒരു പിതാവും സമ്മതിക്കത്തില്ല, സഹിക്കില്ല. നമ്മൾ സാധാരണ മനുഷ്യർക്ക് പോലും ഇത് ഉൾക്കൊള്ളാനാവുന്നില്ല. അപ്പോൾ സ്വന്തം പേരൻസിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കുട്ടി കാണാതായാൽ നമുക്ക് അത് ഭയങ്കരമായ വേദന കൊടുക്കും. ഒരു ആക്സിഡൻറ്റിൽ ഒരു കുഞ്ഞ് മരണപ്പെടുന്നത് പോലെയല്ല കാണാതാവുകയോ പീഡനത്തിനിരയായി കുട്ടി മരിക്കുന്നതോ ഒന്നും ഒരിക്കലും നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. റീസൺ മറ്റൊന്നുമല്ല. അമ്മയായ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം. എൻ്റെ കുഞ്ഞിന് അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ എൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട്, അതായത് എൻ്റെ കാഴ്ചക്കുറവ് കൊണ്ട്, ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു അപകടം പിണഞ്ഞാൽ തീർച്ചയായിട്ടും മരണം വരെ അതെന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ വേദനയാണ് അവരുടെ ഉള്ളിലുള്ളത്. അത് തീർച്ചയായിട്ടും വല്ലാത്തൊരു വികാരമാണ്. അതിവേഗ കോടതിയിൽ കൂടെ നമുക്ക് പെട്ടെന്നൊരു ഹിയറിംഗ് നടന്നു, വിധി പ്രസ്താവിച്ചു എങ്കിൽ പോലും നീതിന്യായ വ്യവസ്ഥയോടുള്ള അവരുടെ എല്ലാ രീതിയിലുള്ള ഇതും പോയിട്ടുണ്ട്. ഇനി അവരതിനെ വിശ്വസിക്കത്തില്ല. അത് അന്ന് തന്നെ ആ അച്ഛനും അമ്മയും കോടതി വാരാന്തയിൽ നടത്തിയ പ്രകടനത്തിൽ കൃത്യമായിട്ടുണ്ട്. അവരത് പറയുന്നുണ്ട്, ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം, നീതിന്യായ വ്യവസ്ഥയെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവർ തിരിച്ച് ഒരു കാര്യം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. തീർച്ചയായിട്ടും അവരുടെ ബന്ധുക്കൾ മനസ്സിലാക്കേണ്ടത് ഈ പയ്യൻ നീതി അർഹിക്കുന്ന ഒരുത്തനെയല്ല. ഒരു കാരണവശാലും ദയ അർഹിക്കുന്ന ആളേ അല്ല. അവൻ ചെയ്തത് ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റം തന്നെയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലായാലും അവനെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളൊരു കൊലപാതകത്തിന് കൂട്ടു നിൽക്കുന്നതാണ്. 6 വയസ്സുള്ള ഒരു പിഞ്ചോമനയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരുത്തനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ മാനസിക നിലവാരം നിങ്ങൾ തന്നെ ഇരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. എന്ത് സോഫ്റ്റ് കോർണറും നിങ്ങളെ സേവ് ചെയ്യത്തില്ല. ദയവ് ചെയ്ത് കാര്യം മനസ്സിലാക്കിയിട്ട് അധികൃതർ ഇടപെട്ട് ആ കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ള ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. ഇവരെയോ അവരെയോ രണ്ടിലൊരാളെ ആ പ്രസ്തുത ഏരിയയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. അപ്പോഴും ഞാൻ പറയുന്നു, ആ മാതാപിതാക്കൾ പ്രതികാരം ചെയ്തേ അടങ്ങുള്ളൂ. അവർ വിടില്ല. കാരണം കാലങ്ങളുടെ കാത്തിരിപ്പിൽ കിട്ടിയ പൊന്നുമോളെ തങ്ങളുടെ ഒരു കൈപ്പിടി അകലത്തിൽ തങ്ങളുടെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നഷ്ടപ്പെട്ടു പോയത് താങ്ങാൻ അവർക്കാകത്തില്ല എന്നുള്ളത് വസ്തുത. ആ നാട്ടിലുള്ള ഈ മിക്കവാറും കുട്ടികളും കുടുംബങ്ങളുമൊക്കെ ആ കുട്ടിയെ വളരെ സ്നേഹത്തോടെ ഓർമ്മിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യാൻ ഇവന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ആ വൃത്തികെട്ട മുഖം ഒരു കാരണവശാലും ജസ്റ്റിഫൈ ചെയ്യാനാകത്തില്ല. ആര് തന്നെയായിരുന്നാലും ഇത്തരം തീവ്രമായ ഒരു വൃത്തികെട്ട കൃത്യം ചെയ്തവനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ മക്കൾ ചെയ്താൽ നമ്മൾ തന്നെ അതിന് ശരിക്കുള്ള നടപടി എടുക്കാം. മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാൾ ഈസി ഒരല്പം വിഷം ചിലവാക്കണം അത്രേ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതാണ്. ഒരു കാരണവശാലും ഇത്തരക്കാർ പിന്നെ ഭൂമിയിൽ വെച്ചിരിക്കാനേ പാടില്ല. എന്തടിസ്ഥാനത്തിലാണെങ്കിലും പൊടി മക്കളിൽ സെക്ഷൽ നീഡ് കാണാമെന്ന് ചിന്തിക്കുന്നത് പോലും തെറ്റായൊരു നടപടിയാണ്. ആ ചിന്ത തന്നെ വളരെ വൾഗറാണ്, മോശമാണ്. സ്റ്റോപ്പ് ചെയ്യേണ്ടടുത്ത് സ്റ്റോപ്പ് ചെയ്യാതെ ഈ രീതിയിൽ അത് ഇത്രയും വൾഗറാക്കി കൊണ്ടുപോയത് ഇവർ തന്നെയാണ്.
നിർബന്ധമായും ഈ ഒരു കാര്യത്തിൽ അധികാരികൾ ഇടപെട്ടിട്ട് ഈ രണ്ട് കുടുംബങ്ങളെയും ഇരുത്തി സംസാരിപ്പിക്കാൻ പോലും നിർത്താതെ പരസ്പരം മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് മാറ്റി നടുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം അവിടെ ഇനിയും മരണങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ കുത്തു മാത്രമേ നടന്നുള്ളൂ. കാല് കുത്തി, കൈ കുത്തി, കഴുത്ത് കുത്തി ഒരാളെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. ഏതായാലും പാൽരാജിൻ്റെ മകൻ വളരെ ആകുലതയോടെ അവിടെ കിടന്ന് വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛൻ പ്രശ്നം. അവൻ അപ്പോഴും മനസ്സിലാകുന്നില്ല, അച്ഛൻ തെറ്റുകാരനല്ല, അതെല്ലാവർക്കും അറിയാം. നിനക്കും വരാം, നിൻ്റെ പെങ്ങൾക്കും സംഭവിക്കാം, നിൻ്റെ അമ്മയ്ക്കും സംഭവിക്കാം. എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ഇടത്ത് നിന്ന് മാറിപ്പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. ബിക്കോസ് വളരെ തീവ്രമായ, വളരെ ക്രൂരമായ ഒരു വലിയ വൃത്തികേട് അവിടെ നടന്നിരിക്കുന്നു. അതിന് കൂട്ടുപിടിച്ചവരാണ് നിങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങളാണോ ചെയ്തതെന്നോ ചോദ്യം വരാം. തീർച്ചയായിട്ടും അതെ. നിങ്ങൾ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളതിന് സൊല്യൂഷൻ കണ്ടെത്തണമായിരുന്നു. പകരം അവരെ പകയ്ക്ക് ആളാക്കി അവരെ ഓപ്പോസിറ്റ് നിർത്താനേ പാടില്ലായിരുന്നു. ഇനി ഇവരതൊന്നും പറഞ്ഞിട്ടില്ല, ഒരാൾക്ക് ശല്യം ചെയ്യാത്താണ്, ഗുണ്ടകളെ വിട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നിടത്ത് അവിടെ വല്ലാത്തൊരു വാക്പോരുണ്ട് ഈ കുഞ്ഞിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. ആ വാക്പോരിന് പോലും അവിടെ ആവശ്യമില്ല. അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കി മാറിക്കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായം അതാണ്. ആ നാട്ടിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോവുക. അത്രയെങ്കിലും ശിക്ഷ നിങ്ങൾ നേരിടണം. കാരണം നിങ്ങളുടെ കുഞ്ഞ് റിലീസായി കിട്ടിയല്ലോ. ഇനി അവൻ ജീവിക്കും, അവൻ വിവാഹം കഴിക്കും, അവൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും, സ്വസ്ഥമായി അവൻ ജീവിതകാലം മുഴുക്ക ജീവിക്കും. നഷ്ടം വന്നത് ആ അമ്മയ്ക്കും അച്ഛനും മാത്രമാണ്. അക്കൂടെ ഒരുപാട് പെൺകുട്ടികൾ ഈ വയസ്സിൽ പീഡിപ്പിക്കപ്പെട്ട് കൊലപാതകത്തിന് ഇരയാകുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെയൊക്കെ ഒക്കെ ഒരു അവസ്ഥ ഓർക്കുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത്. ഈ പറയുന്ന വൃത്തികെട്ടവനെ സത്യത്തിൽ ആട്ടുകാർ ചേർന്ന് പെരുമാറി കൊല്ലുക തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായമാണ്. തീർച്ചയായിട്ടും പൊടിമക്കളിൽ കാമം കാണുന്ന ഒരുത്തനും ജീവിച്ചിരിക്കാൻ അർഹതയേ ഇല്ലാത്തവനാണ്. ഈ ഒരു വിഷയത്തിൽ അർജുൻ തെറ്റുകാരനാണെന്ന് പല ആവർത്തി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അയാൾ തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ചെയ്തിട്ട് പോയ വഴി ജനൽ തുറന്ന് ചാടുന്നത് അയാൾ ഡെമോ കാണിച്ചിട്ടുണ്ട്. ആരെങ്കിലും നിർബന്ധിച്ച ഡെമോ കാണിക്കേണ്ട കാര്യമില്ല. ഒരിടത്ത് പോലും ഞാനത് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് അരഞ്ഞു പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. 2 വർഷങ്ങളെ ആകുന്നുള്ളൂ. ഈ 2 വർഷത്തിൽ ഒരിക്കൽ പോലും പറയാത്ത ഒരുത്തൻ ഈ കുട്ടിയുടെ ഇതിന് ശേഷം, വിധിക്ക് ശേഷം വന്നിട്ട് താൻ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മണ്ടന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. അയാൾ തന്നെയാണ് കുറ്റക്കാരൻ. ചിലപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ കോടതി അയാളെ വെറുതെ വിട്ടിരിക്കാം. മനുഷ്യൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തൊരു വലിയ ക്രൂരകൃത്യം ചെയ്ത് അവൻ ജീവിക്കാൻ അർഹനയല്ല. അറ്റ്ലീസ്റ്റ് അവനക്കൊരു ജീവപര്യന്ത ശിക്ഷയെങ്കിലും കൊടുക്കണമായിരുന്നു. അത്രയെങ്കിലും സമാധാനം ആ മാതാപിതാക്കൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അതൊരു സ്വസ്ഥതയായിരുന്നു. പകരം അവനെ നിരുപാധികം വിട്ടുവിടുമ്പോൾ തീർച്ചയായിട്ടും അപമാനിക്കപ്പെടുന്നത് ആ അമ്മയും അച്ഛൻ്റെ കണ്ണീരാണ്. അവരനുഭവിച്ച വേദന, അവരിപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന, അതൊക്കെ തന്നെ അധികാരികൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പീലിന് അവർ പോയില്ലെങ്കിലും ഇനി ഇതൊക്കെ തന്നെയായിരിക്കും അപ്പുറത്തും വിധിക്കുക. കാരണം തെളിവില്ല എന്ന് വിട്ടുകളഞ്ഞ ഒരു കേസ് അപ്പുറത്ത് പോകുമ്പോൾ പുതിയതായിട്ടൊരു തെളിവ് കൊണ്ടുവരുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ചെകന്നൂർ മൗലവി വിഷയം നമുക്കെല്ലാവർക്കും അറിയാം ആരാ ചെയ്തതെന്ന്, ആരാ പ്രതിയെന്ന്, എന്തിന് ചെയ്തു എല്ലാം അറിയാം. തെളിവില്ലാത്തവർ വലിയവരാന്മാരായി വാഴ്ത്തപ്പെട്ട് നടക്കുന്ന ഒരു നാട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുക്കൻ്റെ പ്രായം ഉദ്ദേശിച്ചാണെങ്കിൽ ആ പ്രായത്തിൽ അവൻ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിലുള്ള ക്രൂരനായ ഒരു ക്രിമിനലിനെ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇറക്കി വിടുന്നത് മറ്റു കുട്ടികൾക്ക് ബാധ്യതയല്ലേ, ബുദ്ധിമുട്ടല്ലേ? അത് ചിന്തിക്കുന്നില്ലേ? ഇപ്പോൾ എൻ്റെ മകനാണ് അങ്ങനെയൊന്ന് ചെയ്തതെങ്കിൽ സ്നേഹം കൊണ്ട് ചിലപ്പോൾ ഞാനിത് കവർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതാണ് ഏറ്റവും വലിയ തെറ്റ്. വിഷം കൊടുത്ത് കൊന്നുകളയേണ്ട അത്തരം മാനസിക രോഗികളെ ഇനിയും വെച്ചു പൊറിപ്പിക്കുന്നത് സമൂഹത്തിനാപത്താണ്. അവൻ ഇന്ന് ആ കുട്ടിയെ ഉപദ്രവിച്ചു, രക്ഷപ്പെട്ടത് അവനൊരു ചെറിയ ഗ്രീൻ മാർക്കാണ്. അടുത്ത കുട്ടിയിലേക്ക് അവൻ പോകും. തീർച്ചയായിട്ടും അവൻ ഈ ക്രൂരകൃത്യം വീണ്ടും ആവർത്തിക്കും, വീണ്ടും അവൻ സേവാകും. കാരണം ക്രിമിനൽ ഒരു കാരണവശാലും തിരുത്തി നന്നായി വരുമെന്ന് വിചാരിക്കേണ്ട. സാധാരണ പെട്ടെന്നൊരു ദേഷ്യം വന്ന ഒരാളെ കൊല്ലുന്നത് പോലെയല്ല ഇത് നടന്നിട്ടുള്ളത്. കാലങ്ങളായി ആ കുട്ടിയെ ശാരീരിക പീഡനത്തിന് വിധേയമാക്കുകയാണ് മുട്ടായി കൊടുത്തിട്ട്. അവനത് അത്രത്തോളം എൻജോയ് ചെയ്തിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഒരു ആന്തത്തിൽ ആ കുട്ടി മരണപ്പെട്ടു പോയത്. അത് കൃത്യമായി ആ കുട്ടിക്ക് പിടഞ്ഞ് മരിക്കുമ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ മുടിയും ഇവൻ്റെ ഗുഹ്യഭാഗത്തുള്ള മുടിയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നു. സോ അതിൽ നിന്നൊക്കെ എന്താ എവിഡൻസ് തെളിയുന്നത്? ആ കുട്ടിക്ക് അറിയില്ല ഇവൻ ചെയ്യുന്ന തെറ്റാണെന്നോ എന്ന്. ഈ നമ്മുടെ ഇവിടെ നടന്ന വാളയാർ കേസിൽ നടന്നത് ഇത് തന്നെയാണ്. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് പോലീസുകാർ എഴുതി വയ്ക്കുന്നതാണ്. എന്താ അല്ലേ, കൊച്ചുമക്കൾക്ക് ഉഭയകക്ഷി സമ്മതം. പൊടിമക്കൾക്ക് എന്തറിയാന്ന്? അവരോട് ഇതാണെന്ന് പറഞ്ഞാൽ ഇതാണെന്ന് പറയും. പിന്നീട് കാലങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ബോധം വരിക ഇത് അങ്ങനെയല്ല എന്നുള്ളത്. ഏതായാലും തെറ്റുകൾ തിരുത്തപ്പെടേണ്ടതാണ്. ഇനിയും ഇതുപോലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മാതൃകാപരമായി ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. തെളിവില്ലെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ളൊരു മെസ്സേജ് കൂടെയാണ് പൊതുജനങ്ങളിലേക്ക് ഈ ഒരു വിഷയത്തിൽ കൂടെ കൊടുക്കുന്നത്.
അതും തെറ്റായൊരു നടപടിയാണ്. ഈ വിഷയത്തിൽ പാൽരാജിൻ്റെ അടുത്ത് ഒരല്പം പോലും ദയ കാണിക്കേണ്ട കാര്യമില്ല. അയാൾ കൊല്ലാൻ കയറിയതൊന്നുമല്ല, പക്ഷേ സ്വയം രക്ഷയ്ക്കാണെങ്കിൽ പോലും അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇനിയും അവിടെ നിൽക്കുന്നത് അവർക്ക് സുരക്ഷിതത്വം കൊടുക്കത്തില്ല. ഈ തെറ്റുകാരനും തെറ്റുകാരൻ്റെ അമ്മയും അച്ഛനും അത് അനുഭവിക്കാൻ അർഹരാണ്. ബാക്കിയുള്ളവർക്ക് അവിടുന്ന് വാനിഷാവുക, പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുക. കാരണം നിങ്ങൾ അറിയാതെ പോലും വാർത്താമാധ്യമങ്ങളിലേക്ക് വന്ന് ഫേസ് കാണിക്കാതിരിക്കുക. അവിടെയുള്ള ജനങ്ങളെക്കാൾ വീര്യത്തോടെ ദേഷ്യത്തോടെ പുറത്തുള്ള ജനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഐഡൻറ്റിറ്റി മറച്ചു വെച്ച് മാറി എവിടെയോട്ടെങ്കിലും പോയി ജീവിക്കാനുള്ള വഴി ആലോചിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ മലയാളി ഒരു കാരണവശാലും ഇത്തരം തെറ്റുകുറ്റങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്നവനല്ല. വൃദ്ധയായ ഒരാളെ ചെയ്താൽ പോലും നമ്മൾ അംഗീകരിക്കും. പോട്ടെന്ന് വയ്ക്കുകയാണ് ഭ്രാന്തെന്നെങ്കിലും പറഞ്ഞ് നമ്മളൊരു പൊടി മകളോട് ചെയ്യുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഒക്കില്ല. മക്കളുള്ള ഒരു മാതാപിതാക്കൾക്കും ഇതിപ്പം ചെയ്യാനാകത്തില്ല. പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ മരണപ്പെടുന്ന, അക്രമത്തിലൂടെ മരണപ്പെടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ട്രോമ മനസ്സിലാക്കുക. നമ്മൾക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വന്ന, നമ്മളുടെ കെടുകാര്യസ്ഥത കൊണ്ട് നമ്മുടെ കുഞ്ഞിന് അനുഭവിക്കേണ്ടി വന്ന ദുരിതം ഓരോ ദിവസവും അവരെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കും. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വീര്യമുണ്ടല്ലോ, അത് ഭയാനകവും പേടിപ്പെടുത്തുന്ന ഒരു ധൈര്യവുമാണ്. അതിൽ അവർ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ വരെ. ഇനി മേൽക്കൊണ്ടും ഇതുപോലത്തെ പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളൂ. ആരെങ്കിലും അർജുൻ്റെ കൂട്ടുകാരോ ബന്ധുക്കളോ ആ ഏരിയയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വക്കാലത്തും പറയാതിരിക്കുക. അവർക്ക് വേണ്ടി എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇവരെ പ്രൊവോക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പോലും ആ സ്ഥലം വിട്ട് കാലിയാക്കുന്നതായിരിക്കും നിങ്ങളുടെ സേഫ്റ്റിക്ക് നല്ലത്. കാരണം ഇവർക്ക് എപ്പോഴും ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അധികാരികൾ സപ്പോർട്ടുണ്ടോ ഇല്ലയോ, പക്ഷേ ജനങ്ങൾ അവർക്കൊപ്പമാണ്. ആരെങ്കിലും അവനെ ഒന്ന് കൊന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരാണ് കേരളത്തിലധികം. അത്രത്തോളം വൃത്തികെട്ട രീതിയിലുള്ള ഒരു വിധിയായിരുന്നു അത്. എന്തായാലും നിയമത്തിനെ നമുക്ക് വെല്ലുവിളിക്കാനാവത്തില്ല, കോടതിയെ നമുക്ക് വെല്ലുവിളിക്കാനാവത്തില്ല. തെളിവുകളുടെ അഭാവം മാത്രമാണ്. ക്രൂരകൃത്യം ചെയ്തത് അവൻ തന്നെയാണ്, തർക്കമേ ഇല്ല. അപ്പോൾ അവൻ അർഹിക്കുന്ന മരണം അത് അവൻ്റെ പിതാവ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യരില്ല എന്ന് മനസ്സിലാക്കുക. അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളെ അല്ലെങ്കിൽ അവൻ്റെ കുടുംബക്കാരെ തീർച്ചയായിട്ടും അവരത് ചെയ്യും. അവരത് അർഹിക്കുന്നു. അവർ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള എല്ലാ കരുതൽ നടപടിയിലുമാണ് അവരുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വയരക്ഷാർത്ഥം മാറിപ്പോവുകയല്ലാതെ വേറെ സൊല്യൂഷനില്ല. നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനാകത്തില്ല. ഓരോരുത്തരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവരിലേക്ക് ചെന്നാലേ മനസ്സിലാവും. 2 വർഷം അവർ സൈലൻ്റായി ഇരുന്നതിൻ്റെ കാരണം തന്നെ അവർക്ക് നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസമാണ്. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി അവർ അപ്പീലിന് പോയും ഇല്ലെങ്കിലും അവരിതിൽ വിശ്വസിക്കത്തില്ല എന്നുള്ളത് വസ്തുതയാണ്. അത് അച്ഛൻ പറഞ്ഞല്ലോ, പബ്ലിക്കായി വാർത്താ മാധ്യമങ്ങളോട് കറക്റ്റ് പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഞാൻ ഇനി വിശ്വസിക്കത്തില്ല, ഇനി എനിക്കറിയാം നീതി നേടിയെടുക്കാനെന്ന്. അവരുടെ മകളാണ്, നഷ്ടപ്പെട്ട മകൾ, മറ്റൊരു കുഞ്ഞില്ലല്ലോ. തീർച്ചയായിട്ടും അവരതിനു വേണ്ടി ആയിരിക്കും ഇപ്പോൾ അവർ ജീവിക്കുന്നത് പോലും. കാരണം ഇത്രയധികം അപമാനിക്കപ്പെട്ട വേറൊരു പേരൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയധികം തീവ്രമായ അപമാനത്തിൽ ജീവിക്കുന്ന മറ്റൊരു പേരൻസ് ഇല്ല. മകളെ കൊന്നു കളഞ്ഞതാണെന്നും കൊന്നവനെ പിടിച്ച് പോലീസ് കൊണ്ടുപോയിട്ടും അവന് ശിക്ഷ കൊടുക്കാനാവാതെ അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വാർത്താ ചാനലുകൾക്ക് മീഡിയ അറ്റൻഷന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ഒരു ടേമിലേക്ക് കാര്യങ്ങളെത്തി. ഞാൻ ഡോക്ടർ അരുണിനെ കുറ്റപ്പെടുത്തിയതല്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ആളുകൾക്ക് ക്ലിയർ ആയിട്ടൊരു ഇമേജ് കിട്ടി എന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും അത് അവരെ എത്രത്തോളം വേദനിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കൊന്നുകൊണ്ടും അവരെ സഹായിക്കാനാവത്തില്ല. അവർ മാനസികമായി ആകെ ഇടിഞ്ഞ് തകർന്നിരിക്കുകയാണ്. അവർക്ക് ആകെ സാറ്റിസ്ഫൈ ആകാനുള്ള ഒറ്റ സൊല്യൂഷൻ ഈ പറയുന്ന പയ്യനെ തീർക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിരന്തരമായി അവിടെ നടക്കും. അതൊരു അക്രമമായ ഏരിയ, അല്ലെങ്കിൽ എന്താ പറയണേ, എപ്പോഴും ഇതുപോലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന ഒരു ഏരിയയായി മാറാൻ ഈ ഒരൊറ്റ കാരണം മാത്രം ധാരാളമാകും. സോ അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ തലങ്ങളിൽ നിന്ന് നടത്തേണ്ടതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ആഹ്വാനം ചെയ്തു എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. തീർച്ചയായിട്ടും ഇത്തരക്കാരെ അങ്ങനെ ചെയ്യാൻ തന്നെയാണ്. അമ്മയെ കൂടിയായ എനിക്ക് 2 ആൺകുട്ടികളാണ്. എനിക്കും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എൻ്റെ കുട്ടികൾ ഇങ്ങനെ ഒരു ക്രൈമിൽ പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ തീരുമാനിക്കുക ഇത് തന്നെയായിരിക്കും. വേറെ വഴിയില്ല. ഇത്തരം വൈകൃതങ്ങൾ മക്കളുടെ മനസ്സിലേക്ക് കയറാതിരിക്കാൻ നമ്മൾ ആദ്യം തന്നെ അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കുക. ഇനി അഥവാ അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, മാതൃകാപരമായി അവരെ ശിക്ഷിക്കുക. സൗദിയിൽ നടന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 2 സുഹൃത്തുക്കൾ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. ആർമി കുടുംബങ്ങൾ തന്നെയാണ്. ഇവിടുത്തെ ചെറുക്കനും അവിടുത്തെ പെണ്ണും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. ഇവരൊന്നിച്ച് പുറത്തേക്ക് പോകും, ഔട്ടിങ്ങിനൊക്കെ പോകുന്ന ഈ 2 പേരൻസിനും പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ ഇവർ കുറച്ചുകൂടെ പോയിരുന്നെങ്കിൽ വിവാഹം കൂടെ കഴിപ്പിച്ചു കൊടുക്കും. അത്രയധികം ഇൻഡെപ്തിലും നല്ല സൗഹൃദമുള്ള 2 കുടുംബങ്ങൾ. ഇതിൽ ഈ പയ്യൻ ഈ പെണ്ണിനെ പുറത്തു കൊണ്ടുപോകുന്ന ഇടയ്ക്ക് പെട്ടെന്നൊരു പ്രൊവോക്കിങ് ഇവളെ കയറി റേപ്പ് ചെയ്യുന്നു. റേപ്പിന് ഇവൾ വിസമ്മതിക്കുന്നതോടെ ഇവളെ കഴുത്ത് ഞെക്കി പിടിക്കുന്നതിൽ ഈ പെൺകുട്ടി മരണപ്പെട്ടു പോകുന്നു. മരിച്ച ഉടനെ തന്നെ ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്.
വിവരമറിഞ്ഞ അമ്മ ശരിക്ക് ആദ്യം അമ്മയാണ് ഇൻഫോർമേഷൻ പോലീസിൽ കൊടുക്കുന്നത്. സ്വന്തം അമ്മ പിടിച്ചു കൊണ്ടുപോയ മകനെ വിട്ടേക്കാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. ആര്? പെണ്ണിൻ്റെ അച്ഛൻ പറഞ്ഞത്. അവിടെ അങ്ങനെയാണ്. ഈ ആരാണോ മരണപ്പെട്ടത് അവരുടെ പേരൻസ് മാപ്പ് കൊടുത്താൽ പയ്യനെ വിടും. അവർ തമ്മിലുള്ള ആ കുടുംബത്തിൽ അത്രത്തോളം ബന്ധമുണ്ടായിരുന്നത് കൊണ്ട്, അത്രയും സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് തന്നെ ആ അച്ഛൻ പറഞ്ഞു, എൻ്റെ മകൾ മരിച്ചാൽ എനിക്ക് പ്രശ്നമില്ല, സാരമില്ല, അവനും എൻ്റെ മകനെ പോലെയാണ്, അവന് പെട്ടെന്ന് പറ്റിയൊരു തെറ്റാണ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, അവനെ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. അവനെ വെറുതെ വിടുകയാണ് ഉണ്ടായത്. പക്ഷേ വീട്ടിലേക്ക് വന്ന ആ ചെറുക്കനയ്ക്ക് അമ്മ ആഹാരത്തിൽ വിഷം കലക്കി കൊടുത്തു. സ്വന്തം അമ്മ തന്നെയാണ് ചെയ്തത്. അതാണ് നീതി. അങ്ങനെ പാടുള്ളൂ. ആ അമ്മയെ എനിക്ക് ഒരു തെറ്റും പറയാൻ തോന്നിയിട്ടില്ല. കറക്റ്റാണ് അവർ ചെയ്തത്. കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്ന കുട്ടീനെ റേപ്പ് ചെയ്തതോ പോട്ടെ, അവളെ കൊന്നുകളയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത്തരം ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു മകനെ പ്രസവിച്ചതിന് നമ്മൾ ചെയ്യേണ്ട ന്യായം അത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് മറുപടി ചെയ്യേണ്ടത്. ആർക്കും ആകില്ല, പക്ഷെ അത് അങ്ങനെ പാടുള്ളൂ എന്നാണ് എൻ്റെ ഭാഗം. താങ്ക് യു സോ മച്ച്.